അതെ, നമ്മുടെ ഈ ഗോവിന്ദച്ചാമിയുടെ ഫുഡിൻ്റെ മെനു കിട്ടുമോ? എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ട് മെലിയാൻ പറ്റണില്ല. പുള്ളിക്കാരനെ മെലിഞ്ഞൊക്കെ കാണുമ്പോൾ മെനു കിട്ടുമോ? പത്രക്കാർ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? അയാൾ എന്തൊക്കെയാണ് കഴിച്ചത്, എത്ര മണിക്കാണ് കഴിച്ചത്, എങ്ങനെയാണ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവരെല്ലാം പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ഈ പുള്ളിയുടെ മെനു ഒന്ന് ഇനിയിപ്പം ഗോവിന്ദച്ചാമിയോട് ചോദിച്ചിട്ട് നമ്മൾ മെലിയേണ്ട ട്രെയിനിങ് എടുക്കേണ്ട അവസ്ഥയിലാണ്. പത്രക്കാരടുത്തുണ്ടാവുമോ ഒരെണ്ണം എടുക്കാൻ? കാരണം അവരിപ്പോൾ എല്ലാം പറയുന്നുണ്ട്, എങ്ങനെയാണ് ചാടിയത്, ഇവിടുന്നാണ് ചാടിയത്, എങ്ങനെയാണ് അത് ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ആ മെനു കിട്ടിയാൽ, ഞാൻ ഉദ്ദേശിച്ച ഫുഡിൻ്റെ മെനു ആണേ, ഫുഡിൻ്റെ മെനു കിട്ടിക്കഴിഞ്ഞിട്ട് വേണം മെലിയാൻ, അല്ലേ? എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ നമ്മളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാനൊക്കെ അതിലേക്ക് വണ്ടിയിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അത്രയും ഹൈറ്റിൽ ഇവിടെ 2-4 കല്ല് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മറികടക്കണമെങ്കിൽ ഈ പുള്ളിനെ സമ്മതിക്കണമെന്നേ. പുള്ളിയുടെ മെനു കിട്ടുകയാണോ ഒന്ന് തരണേ. മാധ്യമപ്രവർത്തകരുടെ അടുത്താണ് പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനകത്ത് പുള്ളി എത്ര മണിക്ക് എന്തൊക്കെ കഴിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് വെയിറ്റിംഗ്.